സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആര് സംരക്ഷിക്കും? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ. കാരണം കേരളത്തിലെ സർവകലാശാലകളിൽ 37% സീറ്റുകൾ, ഡിഗ്രിക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ മുഴുവൻ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? എന്താണ് അതിന് പിന്നിലെ യഥാർത്ഥ കാരണം? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണെന്ന് പറയാം. അത് വിവിധ കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും 87 ശേഷം 1987 ശേഷമാണ് അമിതമായ രാഷ്ട്രീയവൽക്കരണം. ശരിക്കും ഞാൻ 87 പ്രധാനപ്പെട്ട കാരണം. അതെ, നയനാർ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കേരള ചരിത്രത്തില് ആ തരത്തില് സ്വയംഭരണാവകാശമുണ്ടായിരുന്ന സർവകലാശാലകളെ ഏതാണ്ട് നമ്മൾ സ്വയംഭരണം എന്ന് പറയുന്ന സർവകലാശാലയുടെ അക്കാഡമിക മികവിന് വേണ്ടിയിട്ടും അക്കാഡമിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഉന്നത നിലവാരം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർവകലാശാലകളെ സ്വയംഭരണം നൽകിയത്. അത് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല നിലവിൽ വരുന്നത്. അപ്പൊ ഈ സ്വയംഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ, അതായത് നമ്മുടെ സഹകരണ സംഘങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ കൈയടക്കുന്നത്. അപ്പൊ സഹകരണ സംഘം എന്ന് പറയുന്ന അതിന്റെ പുറകിലെ ഫിലോസഫി വളരെ വലുതാണ്. അതായത് ജനകീയമായ ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങൾ തന്നെയാണ് അതിന്റെ മാസ്റ്റേഴ്സ്. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ്? അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം നമ്മൾ ഫിലോസഫി പ്രായോഗിക തലത്തിൽ വരുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് മാറുകയാണ്. ഇതുപോലെയാണ് കേരളത്തിലെ സർവകലാശാലകളും ഏതാണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കയ്യിലൊതുങ്ങി. ഇപ്പോൾ സർവകലാശാലകളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് വരുന്നത് വൈസ് ചാൻസലറാണ്. സെനറ്റും സിൻഡിക്കേറ്റും അതിന് താഴെ വരും. അപ്പൊ ഈ വൈസ് ചാൻസലർ പാർട്ടിയോട് വിധേയത്വമുള്ള ആൾക്കാരും പിന്നീട് പാർട്ടിക്കാരായ ആൾക്കാരുമായി മാറി. ആദ്യ കാലഘട്ടത്തില് പാർട്ടിയോട് വിധേയത്വമുള്ളവരും നമ്മള് UR അനന്തമൂർത്തി പോലുള്ള ആളുകളൊക്കെ വൈസ് ചാൻസലേറ്റ് ആയിട്ടിരുന്ന കാലം നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഈ പറയുന്ന അക്കാഡമിക മികവിലേക്കല്ല യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നത്. അത് കൂടുതൽ രാഷ്ട്രീയവൽക്കരണത്തിലേക്കും. കേരളത്തിലെ സർവകലാശാലയുടെ ചരിത്രമുണ്ട്. എല്ലാ സർവകലാശാലകളും തുടങ്ങുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, ഗവൺമെന്റുകളായിരിക്കും, കോൺഗ്രസ് പാർട്ടിയായിരിക്കും. പക്ഷെ ആ സമയത്ത് ഗാന്ധിജി സർവകലാശാല രൂപീകരിക്കുമ്പോൾ ശക്തമായ സമരമുണ്ടായത് അതിനെതിരായിട്ട്. അപ്പൊ പക്ഷെ അവസാനം അത് ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് പോകും. അപ്പൊ എല്ലാ സർവകലാശാലകളും തുടങ്ങുന്നത് ഇടതുപക്ഷവും അത് പിന്നീട് തുടങ്ങുന്നത് കോൺഗ്രസും കൈക്കലാക്കുന്നത് ഇടതുപക്ഷവുമാണ്. അപ്പൊ ഈ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാര് പാർട്ടി നോമിനികളായി മാറുകയും പാർട്ടി അംഗങ്ങളായി മാറുകയും ചെയ്യുന്ന സാഹചര്യം വന്നു. ഇത് ആണ് നമ്മുടെ സർവകലാശാലകളിലെ ആദ്യം നേതൃത്വം രാഹിത്യം ഉണ്ടായത്. അതായത് നേതൃത്വ രാഹിത്യം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ചങ്ങലയിൽ ഇട്ട ഒരു വൈസ് ചാൻസലറാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇന്നിപ്പോ കേരളത്തിലെ 16ഓളം സർവകലാശാലകളിൽ 2 സർവകലാശാലകളിൽ മാത്രമാണ് പെർമനന്റ് വൈസ് ചാൻസലർമാരുള്ളത്. അതായത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. ബാക്കി എല്ലാ സർവകലാശാലകളും ഇന്ന് നാഥനില്ലാ കളരിയാണ്. അപ്പം എന്നോടൊരു ഇടതുപക്ഷ അധ്യാപകൻ പറഞ്ഞത്, ഈ വൈസ് ചാൻസലർ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം പാർട്ടി തന്നെയാണ് വൈസ് ചാൻസലർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതെ, ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ കേരളത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് പശ്ചിമ ബംഗാളിൽ. ഇപ്പൊ ഇന്ത്യയില് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തില് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ മറ്റു സാംസ്കാരിക മണ്ഡലങ്ങളില്, വിശേഷിച്ചും മാധ്യമ രംഗത്ത്, ഗവേഷണ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക, സിനിമ, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് പശ്ചിമ ബംഗാളായിരുന്നു. അതിന് രാജാറാം മോഹൻ റായ് മുതലുള്ള നവോത്ഥാനത്തിന്റെ, സ്വാമി വിവേകാനന്ദന്റെ കാലഘട്ടം മുതലൊക്കെ ഉള്ള ഒരു വലിയൊരു നീണ്ട പാരമ്പര്യവും ഉണ്ടായിരുന്നു. അപ്പൊ ആ സർവകലാശാല ഇന്ന് രാജ്യത്തെ ഏറ്റവും തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സ്റ്റേറ്റ് ആണ് പശ്ചിമ ബംഗാൾ. വെസ്റ്റ് ബംഗാൾ.
വെസ്റ്റ് ബംഗാൾ. കാരണം വെസ്റ്റ് ബംഗാളിലെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ സർവകലാശാലകളിലെ പൂർണ്ണമായിട്ടും പാർട്ടി കൈയടക്കി. അത് വിശ്വഭാരതി കേന്ദ്ര സർവകലാശാല ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും അതിന് പ്രാദേശികമായിട്ടാണ് അതിന്റെ ഇടപെടലുകളൊക്കെ പ്രാദേശികമാണ്. വളരെയധികം ഒരു 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 തരത്തില് പൂർണ്ണമായിട്ടും അതിന്റെ ക്വാളിറ്റി ഇല്ലാതായി. ഇപ്പൊ ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ 50-ലും 60-ലും 70-ലും 80-ലും ഒക്കെ ഈവൻ സിനിമാ രംഗത്ത് പോലും മുന്നിൽ നിന്ന സംവിധായകന്മാര്, എഴുത്തുകാരൊക്കെ ബംഗാളികളാണ്. ഇന്ന് നിങ്ങൾക്ക് ബംഗാളികളുടെ ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ ബംഗാളികളില്ല. ഇല്ല, അത് എഴുത്തുകാര്, സിനിമാക്കാര്. അതെ അതെ അതെ. ഇന്നിപ്പോ നമ്മൾ കേരളത്തിൽ നമ്മൾ ബംഗാളികൾ എന്ന് പറയുമ്പോൾ എന്താണ് ഞാനിത് പലപ്പോഴും നമ്മൾ ബംഗാളികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ മാനുവൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ബംഗാളിയായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബംഗാളികൾ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു? അത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത്. അതാണ് ഞാൻ നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടായ ഏറ്റവും വലിയ അപജയം ഈ രാഷ്ട്രീയവൽക്കരണവും അതോടൊപ്പം ഉണ്ടായ ഈ നേതൃത്വ രാഹിത്യമാണ്. അതിന്റെ സ്വയംഭരണം അട്ടിമറിക്കപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളുടെ താവളമായി മാറുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം കോൺഗ്രസ് ഒരിക്കലും സർവകലാശാലകളെ കവർന്നെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുള്ള നേതൃത്വവും അവർക്കില്ല, അതിനുള്ള കയ്യൂക്കും അവർക്കില്ല. അത്തരം ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോവാണ് ചെയ്തത്. കാരണം അവർക്കതിനുള്ള മാൻ പവർ ഇല്ല. സർവകലാശാല സിസ്റ്റം കൈകടത്താൻ കോൺഗ്രസിന് മാൻ പവർ ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇടതുപക്ഷം ഡോമിനേറ്റ് ചെയ്യുന്ന സർവീസ് സംഘടനകളാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിത്വം കാണിക്കുന്ന വൈസ് ചാൻസലർ ഉണ്ടാകുകയാണെങ്കിൽ അയാളെ എല്ലാ തരത്തിലും അപമാനിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മര്യാദയ്ക്ക് കുടുംബജീവിതം നയിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരാളും കേരളത്തിൽ വൈസ് ചാൻസലർ ആകാൻ വരില്ല. കാരണം ഗവൺമെന്റിനോട് ഇടഞ്ഞുകൊണ്ട് ഒരു ലൈഫ് അവർക്കുണ്ടാകും. ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മളിപ്പോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 50% സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. 49.5% 51 സെൻസസിൽ കേരളത്തിൽ. അതില് തിരുക്കൊച്ചി ഭാഗത്ത് ഏതാണ്ട് 60% മുകളിലായിരുന്നു ആ കാലഘട്ടത്തിലെ സാക്ഷരത. 1816 കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് സ്ഥാപിക്കുക. ഇപ്പൊ 1868 69 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നതും വനിതകളുടെ കോളേജ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് തന്നെ സർക്കാർ മേഖലയിൽ ഇന്നത്തെ ആർട്സ് കോളേജ്, വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥാപനങ്ങളും വരുന്നു. സമാന്തരമായിട്ട് ക്രിസ്തീയ മിഷണറിമാരുടെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സനാതന ധർമ്മ കോളേജ് ആലപ്പുഴ. പിന്നീട് 50കളിൽ വരുമ്പോഴത്തേക്കും NSS SN സ്ഥാപനങ്ങളും ഒക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന ചെയ്തു. അപ്പോൾ 50ലും 60ലും 70ലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നിലവാരമുള്ള വിദ്യാഭ്യാസ രംഗത്തും കേരളം വളരെ മുന്നിലായി. നമ്പർ വൺ ആയിരുന്നു. നമ്പർ ഉണ്ടായിരുന്നു. നമ്മൾ സാക്ഷരതയിൽ മാത്രമല്ല കേരളത്തിലെ നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ കേരളത്തിൽ അത്രയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ഗവൺമെന്റിന്റെ പോളിസി തീരുമാനമായിരുന്നു. പക്ഷേ നമുക്കുണ്ടായ പ്രധാന വീഴ്ച നമ്മൾ 80കൾ വരുമ്പോഴാണ്. കാരണം UGC അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതിനു മുമ്പ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ 70കളിൽ തന്നെ ആ തീരുമാനമെടുത്തത്. അതായത് 10+2+3 ഫോർമുല. ഇതില് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 2 വർഷം സ്കൂളിന്റെ ഭാഗമാക്കി മാറ്റാനായി തീരുമാനിച്ചു. അപ്പൊ കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും +2-നെ, അതായത് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി എന്ന് പറയും. ഞാൻ പഠിക്കുന്ന സാറൊക്കെ പഠിച്ച പ്രീ ഡിഗ്രിയാണ്. ആ പ്രീ ഡിഗ്രി അത് വേർപെടുത്താനായിട്ട് നിർദ്ദേശിച്ചു. പക്ഷെ കേരളം മാത്രം അതിന് മാറി നിന്നു. അപ്പൊ കേരളത്തിലെ ഇപ്പൊ ഞാൻ അധ്യാപകനാവുമ്പോഴും ആ സമയത്ത് വലിയ സമരമായിരുന്നല്ലോ സാറേ, കൊണ്ടുവരുന്നതിനെതിരെ വലിയ സമരമായിരുന്നു. അതെ. അപ്പൊ അതിന് മുമ്പുള്ള പ്രശ്നം, ഞാൻ കോളേജ് അധ്യാപകനായി പോകുമ്പോഴും ചേർത്തല കോളേജ് ഏതാണ്ട് 4000 വിദ്യാർത്ഥികളിൽ 3500 കുട്ടികളും പഠിക്കുന്നത് 3500-ലധികം കുട്ടികളും പഠിക്കുന്നത് പ്രീ ഡിഗ്രിക്കാണ്. അപ്പൊ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ പ്രീ ഡിഗ്രി കലാലയങ്ങളായി മാറി. അപ്പോൾ ഡിഗ്രി കോളേജുകളായി PG വിദ്യാഭ്യാസം നമുക്ക് വളരെ നാമമാത്രമായി ഒതുങ്ങി.
അപ്പൊ കേരളത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തുണ്ടായ മാറ്റം അതേപടി കേരളത്തിൽ ഉണ്ടായില്ല. നമ്മളെ ബേസ് സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ 80-കൾ കഴിയുമ്പോഴത്തേക്കും ഈ രാജ്യത്ത് ഇപ്പൊ നമുക്കറിയാം 86-ല് രാജീവ് ഗാന്ധിയുടെ സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുകയും ചില പരിഷ്കരണങ്ങൾ സർവകലാശാല തലത്തിൽ വരികയും UGCയുടെ പുതിയ മാനങ്ങൾ വരികയും UGC സ്കെയിൽ ഉൾപ്പെടെ നടപ്പാക്കുകയും ചെയ്തു. അവിടെയും കേരളമാണ് ഇന്ത്യയിലെ അവസാനത്തെ സംസ്ഥാനം UGC സ്കെയിൽ നടപ്പാക്കി. ഞങ്ങൾക്ക് സർവീസ് കയറി ഒരുപാട് കാലം കഴിഞ്ഞാണ് UGC സ്കെയിലിലേക്ക് പോകുന്നത്. അപ്പൊ UGC സ്കെയിലിലേക്ക് പോകാത്തതിന്റെ പ്രധാന കാരണം UGC മാനദണ്ഡം അനുസരിച്ചല്ല കേരളത്തിലെ സർവകലാശാലകൾ വർക്ക് ചെയ്യുന്നത്, കലാലയങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നീട് നയനാർ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 96-ന് ശേഷമാണ് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുകയും ക്രമേണ ഗ്രാജുവലായിട്ട് പ്രീ ഡിഗ്രി മാറുകയും കലാലയങ്ങളിൽ ഡിഗ്രി കോഴ്സിനും PG കോഴ്സുകളും കൂടുതൽ തുടങ്ങുകയൊക്കെ ചെയ്തു. PG കോഴ്സ് അപ്പൊ 2000-ന് ശേഷമാണ്. അപ്പൊ അവിടെയും നമ്മൾ പുറകിലായി എന്നുള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം നടക്കുകയും സ്വാശ്രയ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും സ്വാശ്രയ മേഖലയിലും വലിയ വലിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ രാജ്യത്ത് നടന്നു. അന്നും കേരളം പുറംതിരിഞ്ഞു നിന്നും അവിടെയും അതെ സമരങ്ങൾ മാത്രമല്ല, രക്തസാക്ഷികൾ, കൂത്തുപറമ്പ് രക്തസാക്ഷി ഉൾപ്പെടെ നമുക്കറിയാം കേരളം ഇതിന് പുറകിൽ നിന്നു. പക്ഷെ അവിടെയും AK ആന്റണിയുടെ ഭരണകാലഘട്ടത്തിലാണ് കേരളം വളരെ വൈകിയാണെങ്കിലും സ്വാശ്രയ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ കൂടെ കടക്കുന്നത്. അപ്പം രാജ്യത്തുണ്ടായ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പരിഷ്കരണങ്ങളും അതുപോലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും കോഴ്സുകളുടെ പുനഃഘടനയും ഒന്നും തന്നെ കേരളത്തിൽ യഥാവിധി നടപ്പാക്കിയിട്ടില്ല. എല്ലാം വളരെ വൈകി നടപ്പാക്കി. അപ്പൊ അവിടെയൊക്കെ തന്നെ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യം, അതായത് വിദ്യാർത്ഥി സംഘടനയുടെയും അധ്യാപക സംഘടനയുടെയും ജീവനക്കാരന്റെയും താല്പര്യം മാത്രം നോക്കുകയും പൗരന്മാരുടെ താല്പര്യവും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള താല്പര്യവും മാനിക്കാതെ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം മാറും. അപ്പൊ ഇത് ആണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയുടെ വക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയം വളരെ ശക്തമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ജനാധിപത്യ ഒരു സംസ്കാരം അത് ശരിയായി. ഞാൻ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു ജനാധിപത്യ സംസ്കാരത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പൊ നമുക്കറിയാം 90-കൾ കഴിയുമ്പോഴത്തേക്കും കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ തന്നെ ഈ കണ്ണൂരിലെ പോലെ കലാപഭൂമിയായി മാറും. ആദ്യം കലാപഭൂമിയായി മാറുകയും പിന്നീട് അത് ശാന്ത സുന്ദരമായ പാർട്ടി ഗ്രാമങ്ങളായി മാറി. നമ്മൾ പാർട്ടി ഗ്രാമങ്ങളിൽ കേരളത്തിലെ സംഘർഷമില്ലാത്ത മേഖല എന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങളാണ്. കാരണം മറ്റ് പ്രസ്ഥാനങ്ങൾ വോട്ട് രഹസ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ പ്രവർത്തിക്കാൻ അനുവാദമില്ല. അപ്പൊ പാർട്ടി ആ തരത്തിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് മാറി. അപ്പൊ ക്യാമ്പസിന്റെ ജനാധിപത്യ സംസ്കാരവും അതുപോലെ സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാമ്പസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന വ്യത്യസ്തമായ ആശയങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കലാലയം കേരളത്തിന് നഷ്ടപ്പെടുകയും ഒരു അമിതമായ രാഷ്ട്രീയവൽക്കരിച്ച ഒരു പൊതുവിദ്യാലയങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്യും. അപ്പൊ പലപ്പോഴും നമ്മുടെ സർവകലാശാല അധികാരികളും കോളേജിലെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും ഒക്കെ നോക്കുകുത്തികളായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം അതാത് തലത്തിലുള്ള പ്രാദേശിക തലത്തിലുള്ള പാർട്ടി നേതൃത്വമാണ് പലപ്പോഴും ഇതിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത്. അവര് വരില്ല, പുറകിൽ നിന്ന് നിയന്ത്രിക്കും. അപ്പൊ പലപ്പോഴും ഒരു കോളേജ് പ്രിൻസിപ്പളിന് അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ പോകാൻ സംരക്ഷിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. സർവൈവലാണ് അവിടുത്തെ വിഷയം വരുന്നത്. നമ്മൾക്ക് ഇപ്പൊ കേരളത്തിൽ നമ്മൾ പറയുന്ന പോലെ ആദർശം പറയാൻ എളുപ്പമാണ്. ഒരു സീറ്റിൽ വരുമ്പോൾ പലപ്പോഴും ഈ പ്രശ്നം വരും, നിങ്ങൾക്ക് അവിടെ ഇരിക്കണമോ അല്ലയോ എന്നുള്ളൊരു വിഷയം വരും. അപ്പൊ അവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്രവർത്തിക്കാൻ ഒരു നായകനായിട്ട് വന്നിട്ട് നമുക്ക് പ്രവർത്തിക്കാനൊന്നും അങ്ങനെ പ്രവർത്തിച്ച അടുത്ത ദിവസം കസേര കാണത്തില്ല. കസേര കാണില്ല. ചിലപ്പോ നിങ്ങൾ പെണ്ണ് കേസിൽ പ്രതിയാവും, അല്ലെങ്കിൽ വരും. ഈ തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവും. പലതരത്തിലുള്ള ആരോപണങ്ങളിലൂടെ ആദ്യം പോസ്റ്റർ പതിയാണ് ആദ്യം ചെയ്യുക. അപ്പൊ അതൊരു വാണിംഗ് ആണ്. അതിനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഫിസിക്കലായിട്ട് അത് കേരളത്തിൽ നിങ്ങൾക്കറിയാം, അടുത്ത കാലത്ത് കേരളത്തിലെ എത്ര വനിതാ പ്രിൻസിപ്പൽമാരാണ്. അപ്പൊ എറണാകുളം മഹാരാജ് കോളേജ് പ്രിൻസിപ്പള്, പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പള്, കാഞ്ഞങ്ങാട് റീത്ത് വെച്ചല്ലോ നമ്മള്.
അതെ അതെ. അതോടൊപ്പം തന്നെ ഇപ്പം കാസർഗോഡ് ഗവൺമെന്റ് ഈ 4 കോളേജിലും അവിടെ ഇരയായ പ്രിൻസിപ്പൽമാരിൽ വനിതകളാണ്. കാരണം വനിതകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന മാസത്തിലാണ് കോളേജിലേക്ക് വിദ്യാർത്ഥിയായി കടന്നു ചെല്ലുന്നത്, പ്രീ ഡിഗ്രി വിദ്യാർത്ഥി. അതായത് 49 വർഷമായിട്ട് ഇന്ന് ഞാൻ കലാലയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ കേരളത്തിലെ ഇന്ന് ഞാൻ കേന്ദ്ര സർവകലാശാലയിലാണ്. നേരത്തെ അപ്പൊ കേരളത്തിലെ ഇതുവരെ ഞാൻ ക്യാമ്പസ് വിട്ട് പുറത്തു പോയിട്ടില്ല. വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായിട്ടും തുടരുകയാണ്. അപ്പൊ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായ മാറ്റത്തിന്റെ 49 വർഷവും ഒരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥിയായിട്ട് 49 വർഷമായിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും ഈ മാറ്റങ്ങളെ കാണുകയും ചെയ്യുന്നു. കുറച്ചെങ്കിലും നമ്മുടെ കലാലയങ്ങളിൽ വനിതാ അധ്യാപകരാണ് കുറച്ച് ഭയമില്ലാതെ മുന്നിൽ വരിക. പക്ഷെ അവരും വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ 4 പ്രിൻസിപ്പൽമാർ, അത് മഹാരാജ് കോളേജിലും പാലക്കാട് വിക്ടോറിയയിലാണെങ്കിലും ഈ 4 പേര്, ഇതിൽ പലരുമായിട്ട് ഞാൻ TV ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു, ഇടതുപക്ഷ സംഘടനാ മെമ്പർമാരാണ്. പക്ഷെ അവർ ആ പോസ്റ്റിൽ വരുമ്പോൾ അവിടെ ക്യാമ്പസിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ തോന്നിയാസം അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു അന്തരീക്ഷത്തിനെ അവർക്ക് മനസാക്ഷി കൊണ്ട് സഹിക്കണ്ടേ. അതിന് വരുമ്പോൾ അവരുടെ വ്യക്തിത്വവും അവിടെ പ്രശ്നം വരിക, അവർക്കത് തുടരാൻ കഴിയാതെ വരുമ്പോൾ ഒരു ചെറിയ ചലഞ്ച് പോലും അനുവദിക്കാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ കലാലയങ്ങൾ മാറി. അപ്പൊ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഈ വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുതരമായ വിഷയമായി സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് ഈ 2023-24 അക്കാഡമിക വർഷത്തില് 37% സീറ്റുകളാണ് അക്കാഡമിക വർഷത്തിൽ കേരളത്തിലെ ഡിഗ്രി വിദ്യാഭ്യാസം ഓഫർ ചെയ്യുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ. അതായത് കേരള സർവകലാശാല, കോഴിക്കോട് സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, കണ്ണൂർ സർവകലാശാല. അതിൽ ഈ 4 സർവകലാശാലകളും കൂടെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ്, അതായത് BSc, BCom, അതുപോലെ BA, ഈ സയൻസ്, കോമേഴ്സ് ആൻഡ് അതുപോലെ ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും, ഈ 4 സർവകലാശാലകളിലായിട്ട് കോഴിക്കോട് സർവകലാശാലയിൽ 39,873 ഡിഗ്രി സീറ്റ് ഈ ഒഴിഞ്ഞിടക്കുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 22,310, കണ്ണൂർ സർവകലാശാലയിൽ 10,546, കേരള സർവകലാശാലയിൽ 9,501, ആകെ 82,230 ഡിഗ്രി സീറ്റുകൾ ഈ കൊച്ചു കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. അത് നമുക്ക് ആലോചിച്ച് നോക്കണം. അവിടെ നമുക്ക് ആകെ അനുവദനീയമായ സീറ്റ് എന്ന് പറയുന്നത് 2,22,201 സീറ്റാണ്. ഇപ്പൊ 2,22,000 സീറ്റിൽ 82,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് ഒരു പ്രത്യേക അക്കാഡമിക് ഇയർ വന്നപ്പോഴത്തേക്ക് ഇതൊരു കാലക്രമേണ ഒഴിഞ്ഞു വന്നതാണ്. പക്ഷെ അത് എസ്കലേറ്റ് ചെയ്ത്, അതായത് ഈ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്കിന്റെ വ്യാപ്തി അതിഭീകരമായ രീതിയിൽ വന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അക്കാഡമിക വർഷ തുടക്കമാണ്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലസ് 2 നടന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ വർഷത്തെ കണക്കുകൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കണക്കുകൾ കിട്ടും. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നു പറഞ്ഞാൽ രക്ഷകർത്താക്കളാണ് അതിന് ഉത്തരവാദിത്തം. കാരണം രക്ഷകർത്താക്കൾക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ വിശ്വാസമില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു വീട്ടിൽ മിനിമം 4-5 കുട്ടികളുണ്ടാവും. സാറൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും വീടുകളിൽ 1-2 കുട്ടികളാണുള്ളത്. അപ്പൊ അച്ഛനും അമ്മമാർക്ക് വളരെയധികം കെയർ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ കുറിച്ച്. പിന്നെ രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ, ലോകം മുഴുവനുമുള്ള മാറ്റങ്ങൾ നമ്മൾ കാണുന്നു, അയൽ സംസ്ഥാനങ്ങളിലെ മാറ്റം കാണുന്നു, സോഷ്യൽ മീഡിയയിലൂടെയും പ്രിന്റ് വിഷ്വൽ മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് നോളജ്, ആ തരത്തിൽ ഇൻഫർമേഷൻ ഒരുപാട് വരുന്നു. അപ്പൊ നമ്മുടെ അയൽ സംസ്ഥാനം, ഇപ്പൊ തന്നെ കേരളത്തിന്റെ ബോർഡർ ജസ്റ്റ് നിങ്ങൾ കരയ്ക്കാവളെ കഴിഞ്ഞിട്ട് കന്യാകുമാരി ജില്ല നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ജില്ലയാണ് കന്യാകുമാരി ജില്ല. അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മറ്റൊരു ജില്ലയാണ് മംഗലാപുരം, അതായത് സൗത്ത് കന്നഡ, നമ്മുടെ മംഗലാപുരം വരുന്നത്. മറ്റൊരു ജില്ല കോയമ്പത്തൂർ ജില്ലയാണ്. എന്തുകൊണ്ട് കേരളത്തിന്റെ 3 അയൽ ജില്ലകൾ, അതായത് കന്യാകുമാരി ജില്ല, കോയമ്പത്തൂർ ജില്ല, മംഗലാപുരം വരുന്ന ദക്ഷിണ കന്നഡ ജില്ല, ഇത്രയധികം വിദ്യാഭ്യാസം, നിങ്ങളൊന്ന് അവിടെ ഒന്ന് പോയി നോക്കണം. കൂടുതലും മലയാളി വിദ്യാർത്ഥികളാണ്. കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികൾ മുഴുവൻ മലയാളികൾ. മംഗലാപുരത്ത് ചെന്ന് കഴിഞ്ഞാലും മലയാളി വിദ്യാർത്ഥികളാണ്. തിരുവനന്തപുരത്ത്, കന്യാകുമാരി ജില്ലയിലെ പല കോളേജുകളുടെയും ബസ് തിരുവനന്തപുരം നഗരത്തിൽ വന്നു പോകുന്നുണ്ട്.
തിരുവനന്തപുരത്ത് അവർക്ക് ക്യാമ്പ് ഓഫീസുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിന്റെ ബോർഡറുകളിൽ ആദ്യകാലത്ത് കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികൾ ഇല്ലാതായപ്പോഴും കേരളത്തിന്റെ ബോർഡറിൽ കശുവണ്ടി ഫാക്ടറി വന്നു. അതേപോലെയാണ് കേരളത്തിന്റെ ബോർഡറിൽ സ്വാശ്രയ കോളനികൾ വന്നത്. അപ്പൊ ഇന്നും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് മലയാളി വിദ്യാർത്ഥികളെ കൊണ്ടാണ്. അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ അവിടുത്തെ മാനേജ്മെന്റ് നന്ദി പറയേണ്ടത് കേരളത്തിലെ CPM-നെയും ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനെയും അവരെ യുവജന സംഘടനയുമാണ്. കാരണം ഇത്രയും മഹത്തായ രീതിയിൽ കേരളത്തിന്റെ ബോർഡറിൽ 3 ജില്ലകളിൽ 100 കണക്കിന് വിദ്യാലയങ്ങൾ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും ശരിയായി പഠനം നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന വിഷയങ്ങൾ. അപ്പൊ അതിൽ ഒരു പ്രധാന കാരണം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ച. ഇപ്പൊ കേരളത്തില് നിങ്ങളിപ്പോ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടിക്ക് ഒരു തരത്തിലും തോക്കാൻ പറ്റില്ല പരീക്ഷയ്ക്ക്. അത് മാത്രമല്ല സാറേ, അക്ഷരവും പഠിക്കണ്ട. ഞാൻ ഇന്നലെ ട്രെയിനിൽ വന്നപ്പോ ടീച്ചർ പറയുകയാണ് അക്ഷരം പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, ചിത്രം ഒട്ടി വെട്ടിക്കണം അല്ലെങ്കിൽ പാട്ട് പാടിക്കണം. അപ്പൊ ഞങ്ങൾ തന്നെ അക്ഷരം പഠിപ്പിക്കുന്നത് പിന്നെ പേടിച്ചാണ് പഠിപ്പിക്കുന്നത്, ആരും അറിയാതെ പഠിപ്പിക്കുകയാണെന്ന് ആ ടീച്ചർ പറഞ്ഞ്. പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. അപ്പൊ അതാണ് അവസ്ഥ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാം, പക്ഷെ തോൽക്കാൻ പറ്റില്ല, തോൽപ്പിക്കത്തില്ല. നിങ്ങൾ സ്കൂളിൽ പോയാൽ നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. അപ്പോഴത്തേക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ നിലവാരം വരണമെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിലവാരം വേണം. അപ്പൊ സ്കൂൾ വിദ്യാഭ്യാസത്തിന് നിലവാരം ഉണ്ടായാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജയിക്കുള്ളൂ. അപ്പൊ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല ഉപരിതലത്തില് പുറമെ മോടി പിടിപ്പിക്കുന്നതിനപ്പുറം അതിന്റെ ക്വാളിറ്റി തലത്തിൽ വളരെയധികം പുറകിലേക്ക് പോവുകയും ഒരു വലിയ ശതമാനം മിഡിൽ ക്ലാസ് ആളുകൾ, അപ്പൊ നമ്മളെ ഏത് സമൂഹത്തിലും മിഡിൽ ക്ലാസ് അവോയ്ഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ക്രമേണ നശിച്ചു പോകും. മിഡിൽ ക്ലാസ് മൂന്ന് തരത്തിലൊന്ന് അപ്പർ ക്ലാസ് ഉണ്ട്, അത് ന്യൂനപക്ഷമായിരിക്കും. ഏറ്റവും ലോവർ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, അത് എല്ലാ സമൂഹത്തിലും, അമേരിക്ക ഉൾപ്പെടെ എല്ലാ സമൂഹത്തിലുണ്ട്. പക്ഷെ മിഡിൽ ക്ലാസ് ആണ് ഡോമിനേറ്റിംഗ് ക്ലാസ്. അപ്പൊ കേരളത്തിൽ വലിയൊരു ശതമാനം മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ആ മിഡിൽ ക്ലാസിന്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ഉയരാൻ കഴിയുന്നില്ല. അവരാണ് സ്ഥാപനങ്ങൾ നിലനിർത്തുന്നത്. അല്ല, അവരിപ്പോ എന്ത് ചെയ്തു, അവരെ മക്കളെ പിൻവലിക്കുകയും പുറത്തേക്ക് പോയി. ഇതിന് സമാന്തരമായിട്ട് കേരളത്തിലുണ്ടായ സാമ്പത്തിക വളർച്ചയുണ്ട്, വിദേശങ്ങളിൽ ജോലി നോക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ആളുകൾ പഠിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ പച്ചക്കറി കൃഷി നടത്തുന്ന പോലെയാണ്. തമിഴ്നാട്ടിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് തമിഴ്നാട് മാർക്കറ്റല്ല, കേരള മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കൃഷി നടത്തുന്ന അതുപോലെ നമ്മളിപ്പം കേരളത്തിലെ രക്ഷകർത്താക്കൾ കുട്ടികളെ വളർത്തുന്നത് വിദേശ രാജ്യങ്ങളിലെ അയൽ സംസ്ഥാനങ്ങളിൽ ജോലി നേടാൻ, അല്ല കേരളത്തിലെ ജോലി ഇന്നൊരു രക്ഷകർത്താക്കളെ സ്വപ്നത്തിലില്ല. അപ്പൊ അത് ഗൾഫിലാകാം, അല്ലെങ്കിൽ അമേരിക്കയിലാകാം, കാനഡയിലാകാം, അല്ലെങ്കിൽ മറ്റ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങി, അല്ലെങ്കിൽ നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പൊ നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പുറത്തയക്കാനാണ്. അത് കേരളത്തിന്റെ സംസ്കാരമായി മാറിക്കഴിഞ്ഞു. അപ്പോഴും നമ്മൾ വെളിയിൽ എന്റെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. എന്റെ പ്രോഡക്റ്റിന് മാർക്കറ്റ് കിട്ടും. പുറത്ത് മാർക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പച്ചക്കറിയും കേരളത്തിലെ പച്ചക്കറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ കിട്ടുന്ന വേറൊരു ടൈപ്പാണ്. ഇവിടെ വരുന്ന കുറച്ചുകൂടി നല്ല വിഷമൊക്കെ അടിച്ച് നല്ല വളമൊക്കെ ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ കുട്ടികളെ നോക്കുന്നത് അവന്റെ ഭാവിയൊക്കെ എന്തിയിട്ടും, അതായത് പുറം സംസ്ഥാനങ്ങളില് സ്കോപ്പ് ഉണ്ടാകണം. ഇപ്പം ഇന്റർവ്യൂ, കാരണം മൾട്ടിനാഷണൽ കമ്പനികളിലെ എന്റെ കുട്ടിക്ക് സെലക്ഷൻ കിട്ടണം, അവന് ഒരു കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ കഴിയണം. ആ തരത്തില് ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഇവിടെ നമുക്ക് പറ്റിയത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കാനും മിമിക്രി അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, റീലൊക്കെ അതിനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാല് നിങ്ങളൊരു നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ അവര് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉൾപ്പെടെ നോളജും നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡും ഒക്കെ അവർ നോക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾ വളരെയധികം ഇന്റർവ്യൂ ബോർഡിൽ വരും, വളരെ അന്തർമുഖരാണ് നമ്മളെ കുട്ടികൾ. ഈ അന്തർമുഖരാകി പോകുന്നതിന്റെ പ്രധാന കാര്യം നോളജ് ഇല്ല അവർക്ക്. സ്കൂളിലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലേ സാറേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് കണ്ടന്റും ഇല്ല. കണ്ടന്റ് ഉള്ള ഒരാള് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്നു. ചിലപ്പോൾ നമുക്ക് മീഡിയം, ചിലപ്പോൾ നമുക്ക് വയോവസ്ഥയ്ക്ക് ചില കുട്ടികൾക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല. പക്ഷെ കേരളത്തിലെ വിഷയം അതല്ല, അവന് മലയാളത്തിലും പറയാൻ അറിയില്ല എന്നുള്ളതാണ്.
അതെ അതെ ഇംഗ്ലീഷിലും അതെ. മലയാളത്തിലും പറയാനായിട്ടില്ല. ഉം, അപ്പൊ നമ്മുടെ കുട്ടികളെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലും വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാതെ. അതിന് പ്രധാന കാരണം നമ്മുടെ ഉം, സർവകലാശാലകൾ ഈ ഉം, പരമ്പരാഗത സംവിധാനത്തിൽ നിന്നും പുറത്തു വരുന്നതിന് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം നമ്മുടെ ഉം, ഉം. ഉദാഹരണത്തിന് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ കേരള സർവകലാശാലയിൽ ഞാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് 81-83 കാലഘട്ടത്തിലാണ് ഞാൻ PG വിദ്യാർത്ഥിയാണ് കാര്യവട്ടം ഉം. ക്യാമ്പസിൽ. അന്ന് കേരളത്തിലെ മറ്റ് ക്യാമ്പസിൽ അന്ന് MG യൂണിവേഴ്സിറ്റി ഇല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ അറിയപ്പെടുന്ന അക്കാഡമിക പണ്ഡിതന്മാരാണ് സർവകലാശാല അതെ അതെ, ഡിപ്പാർട്ട്മെന്റുകളെ നയിക്കുന്നത്. ശരിക്കും ശരിയാണ് നിങ്ങൾ ശരിയാണ്. ഹ്യൂമാനിറ്റീസ്, ഉം, ഉം, മലയാളം, ഉം, അല്ലെങ്കിൽ ഏത് ഉം. ഏത് ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിൽ അതെ. അറിയപ്പെടുന്ന സാംസ്കാരിക രംഗത്ത് തലമുതിർന്ന അല്ലെങ്കിൽ തലയുയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് അന്ന് ഉം. കാലിക്കറ്റിലെയും കേരള സർവകലാശാലയുടെ ഒക്കെ മലയാളം ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് മലയാളം അതെ, നമുക്ക് വിഭാഗം. എത്രയോ ആളുകൾ ഇപ്പൊ സുകുമാർ അഴീക്കോട്, MK സാനു, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ വലിയ പ്രഗത്ഭമതികളുടെ പേര് ഒരുപാട് നമുക്ക് ഒരു പറയാൻ ഒരു പറ്റും. ഒരു ഒരുപാട് പേര് ഒരു പേര് പറയാൻ പറ്റും. ഒരുപാട് ഒരുപാട് ആ ഉം, തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാം. പക്ഷെ ഇന്ന് ഉം, കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിലെ ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ഉം. വിഷയങ്ങളിൽ ഏതെങ്കിലും അറിയുന്നവർ, അതായത് അവര് ആ, ജീവിക്കുന്ന പഞ്ചായത്തിലെങ്കിലും ഉം. അറിയുന്നവരുണ്ടോ എന്ന് സംശയമാണ്. അതിന് പ്രധാന കാരണം അതെ അതെ. ഞാൻ നേരത്തെ ഉം, സൂചിപ്പിച്ചല്ലോ, 87-ന് ശേഷമുണ്ടായ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പൂർണ്ണമായിട്ടും ഉം, രാഷ്ട്രീയ പാർട്ടി കൺട്രോൾ ചെയ്യുന്നതായി മാറി. അപ്പൊ അവിടെയും ഉം. രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും യജമാന സേവ ചെയ്യുന്നവരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ക്വാളിറ്റിയുള്ള അണികളെ വിടുന്നില്ല. ഉം, ഉം. പാർട്ടിക്കകത്താണെങ്കിലും അല്പം കണ്ടന്റ് ഉള്ളവനെ അല്ല വിടുന്നത്, മറിച്ച് വിടുന്നത്. നിങ്ങൾ എന്നോട് അപ്പം നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉം, ഒരു ഉം, ഇടതുപക്ഷക്കാരനായാൽ ഉം. മാത്രം പോരെ, കൂറ് കൂടെ വേണം നിങ്ങൾക്ക്. ഒരു അതെ അതെ. മിതമായ ഉം, നേതൃത്വത്തിനോടും ഗ്രൂപ്പിനോടും ഉം, കൂറ് പുലർത്തുന്നവരാണ്. അപ്പം അവിടെ ക്വാളിറ്റിക്ക് ആ, പകരം നമ്മൾ ലോയൽറ്റി വന്നു. ഉം, അപ്പം ഉം, ഉം. ലോയൽറ്റിക്ക് പാർട്ടിക്കകത്തുള്ള വ്യക്തിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ക്വാളിറ്റിയുള്ള പാർട്ടിക്കാരനെ പോലെ ആ, പുറത്താക്കിക്കൊണ്ട് ലോയൽറ്റി ഉള്ള, ഇത് എന്നോട് ഈ ചില ഇടതുപക്ഷ സഹയാത്രികരാണ് ഈ കാര്യം പറഞ്ഞത്. കാരണം ലോയൽറ്റി വന്നു. ഉം, കാരണം ഉം, 96-ന് ശേഷം പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വന്നപ്പോഴും അവിടെയും ഗ്രൂപ്പ് ഉം, സമവാക്യങ്ങൾ അനുസരിച്ച് അധികാരം മാറി. അപ്പൊ ഉം. ഞാൻ ആ ഗ്രൂപ്പിന്, ഉദാഹരണത്തിന് ഇടതുപക്ഷ അധ്യാപക സംഘടന നിൽക്കുന്ന ഒരാൾ ഈ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങൾക്കും കൂടെ ആ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉം. സർവകലാശാലയിൽ കടന്നു ചെല്ലാൻ കഴിയൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പറ്റുള്ളൂ. നമ്മുടെ സർവകലാശാല ഉം. നിയമനങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വളരെ പാസീവായ ഒരു ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം കേരളത്തിൽ. ഇന്ന് നമ്മൾ കേരളത്തില് ഈ ഒരു ഭാഗത്ത് ഉം. രാഷ്ട്രീയം, ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉണ്ടായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും അക്രമവാസനയും മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്കും വിദ്യാലയങ്ങൾ മാറിയതാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ഉം. ചെയ്യണം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അതിന്റെ അതെ ക്വാളിറ്റിയും അതെ. പൊളിറ്റിക്കൽ ഉം, ആസ്പെക്റ്റാണ്. പക്ഷെ ശരിക്കും നമ്മുടെ ഉം. കലാലയങ്ങള് രക്ഷകർത്താക്കൾക്ക് അപ്രിയമാകുക മാത്രമല്ല, ഇന്ന് ഇപ്പൊ ഉം. എന്നെ പോലുള്ള ഒരു ഒരു വ്യക്തിക്ക് അരക്ഷിതാവസ്ഥയും കൂടെ ഉണ്ട് അവിടെ കലാലയങ്ങളിൽ. അതെ, കോൺഫിഡന്റ് ആയിട്ട് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഒരു കുട്ടിയെ നമുക്ക് നാട്ടുകാരെ ഉദ്ദേശിക്കാൻ പറ്റും. അവനവന്റെ കുട്ടികളെ കാര്യം വരുമ്പോഴും നമ്മൾ പലപ്പോഴും കാരണം കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കലാലയങ്ങൾ, ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജ്, ഉം, അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജ്, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ്, അല്ലെങ്കിൽ പാലക്കാട് വിക്ടോറിയ കോളേജ്, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ തലയെടുപ്പുള്ള ഉം, കലാലയങ്ങളാണ്. ഒരുപാട് പ്രതിഭകളെ കൊണ്ടുവന്ന കലാലയങ്ങളാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ തലമുറ ആ തരത്തിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അവിടെ വിടാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ഉം. അക്രമ രാഷ്ട്രീയം, അപ്പം അത് ഏകകക്ഷി രാഷ്ട്രീയത്തിലേക്ക്, ഞാൻ പറഞ്ഞ ഈ ക്യാമ്പസുകളിലൊന്നും കഴിഞ്ഞ ഏതാണ്ട് 30 വർഷമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു ജനാധിപത്യ സംസ്കാരമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കലാപരമായ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഒരു ചൈനീസ് മോഡൽ സംവിധാനമാണ് നടന്നു പോകുന്നത്. പക്ഷെ അത് ക്വാളിറ്റിയും ഇല്ല ഒരു ഭാഗത്ത്, മറ്റൊന്ന് അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ മാറി. അപ്പൊ നമ്മളൊരു വിദ്യാർത്ഥി അയക്കുമ്പോൾ അവന്റെ സംസ്കാരം എന്ന് പറയുന്നത്, ഒന്ന് അവൻ അറിവ് നേടണം, രണ്ടാമത് അവൻ അതെ. സമൂഹത്തിന്റെ ഒരു ഉന്നത വ്യക്തിത്വമായിട്ട് വളരുന്നതിന് ആവശ്യമായ സാംസ്കാരിക പശ്ചാത്തലവും രൂപപ്പെടുന്നത് കലാലയങ്ങളിലാണ്. ഇപ്പൊ ഞാനൊക്കെ ഉം, വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളന്ന് സർവകലാശാലകളിലെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയും ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവിന്റെ ലോകത്തിലേക്ക് അന്ന്. കാരണം ഈ മീഡിയ എന്ന് പറയുന്നത് വിഷ്വൽ പ്രിന്റ് മീഡിയ മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്രമേണ നമ്മുടെ സിസ്റ്റം മാറുന്നു. അപ്പൊ നമ്മുടെ കലാലയങ്ങൾ
അക്രമ രാഷ്ട്രീയത്തിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയും. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ +2 മുതലുള്ള വിദ്യാലയങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ മയക്കുമരുന്ന് വ്യാപനം. നമ്മൾ ചില ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ, ഞാൻ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷനിൽ 6 വർഷം ഇരുന്ന ഒരാളെന്ന തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നം തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്താലും ഗവൺമെന്റ് ഇത് യഥാവിധി ഇതിനെ നടപടിയെടുക്കാൻ വരുന്നത്. കാരണം ഇവർക്കൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംരക്ഷണമുണ്ട്. ഈ എല്ലാ ക്യാമ്പസിലും കലാലയ യൂണിയനെ കൺട്രോൾ ചെയ്യുന്നത് ഈ മാഫിയാണ്, ഈ മയക്കുമരുന്ന് മദ്യ മാഫിയാണ്. അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഇപ്പോ ഈ ഒരു വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം, അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക? കാരണം അവരുടെ പുറകില് ഒരു ഫോഴ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. അതെ അതെ. മാത്രമല്ല വളരെ ക്രൂരമാണ്. അവരുടെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകള് ക്രൂരത കാണിക്കും. അതിഭയങ്കരമായ ക്രൂരതയുടെ ലെവൽ വളരെ കൂടും. പഴയ വിദ്യാർത്ഥി സമരത്തെ കാലഘട്ടത്തിലെ ഉന്തും തള്ളും അടിക്കും പകരം ഇന്ന് വളരെ ക്രൂരമായ സാഡിസ്റ്റായ ലെവലിലേക്ക് പോയി. അപ്പം അതിന്റെ ഒരു രക്തസാക്ഷിയാണല്ലോ ഒരു പ്രൊഫഷണൽ വിദ്യാലയത്തിൽ നമ്മളിപ്പം ഈ വർഷത്തിലുണ്ടായ സിദ്ധാർത്ഥന്റെ കൊലപാതകം. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഞാനതിനെ മരണം എന്ന് പറയില്ല, കൊലപാതകം എന്നേ പറയുള്ളൂ. കാരണം അത് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രണ്ട് ഗാങ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തല്ല, അതിന്റെ പുറകില് അതിൽ പ്രതിയാക്കപ്പെട്ടവരൊക്കെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം പഠിക്കുന്നവർ. അത് എൻട്രൻസ് പരീക്ഷ നേടി വന്നവരാണെന്ന് ഓർത്തോളണം. സാധാരണ വിദ്യാർത്ഥികളല്ല, പേയ്മെന്റിൽ വന്നവരല്ല, അൺഎയ്ഡഡ് സ്ഥാപനമല്ല. അപ്പോൾ എൻട്രൻസ് പരീക്ഷ നടത്തി എൻട്രൻസ് പരീക്ഷയിൽ ഭൂരിപക്ഷം കുട്ടികളും ഡോക്ടർ ആവാൻ മികവിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ്. അതായത് 2-3 മാർക്കിന് മെഡിസിൻ നഷ്ടപ്പെട്ടവരാണ് വെറ്ററിനറിയിലേക്ക് വരുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് കുട്ടികളെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റേഞ്ചിലുള്ള കുട്ടികളാണ് നോളജ് ലെവൽ. പക്ഷെ ആ കുട്ടികളെ പോലും അങ്ങനെ പരിവർത്തനം ചെയ്യാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസം, പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഇന്ന് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെ അവിടെ നടക്കുന്ന ആഭാസങ്ങൾ, അവിടുത്തെ കലോത്സവങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ എറണാകുളത്ത് തന്നെ നമുക്കറിയാലോ, ഈ വിദ്യാർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന അപകടം കഴിഞ്ഞ വർഷത്തെ, ആ തരത്തിലേക്ക് കലാലയങ്ങൾ. കാരണം സിനിമ, നമ്മുടെ മലയാള സിനിമയിലുണ്ടായ ഒരു ഇതുണ്ട്. അതാണ് ഇന്നിപ്പം കലാലയത്തിന്റെ ലൈഫും. സിനിമയിൽ എന്താണ് നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ മദ്യക്കുപ്പിയുമായിട്ട് നിൽക്കുന്ന സിനിമ സംസ്കാരം തന്നെയാണ് കലാലയത്തിൽ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം നമ്മൾ സൂചിപ്പിച്ച തരത്തില് നേതൃത്വരാഹിത്യത്തിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് അതിലുണ്ടായ വന്നിട്ട് അത് ഈ പറഞ്ഞ കലാലയ അന്തരീക്ഷം. അപ്പൊ കലാലയ അന്തരീക്ഷത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ കലാലയ അന്തരീക്ഷത്തിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥിയെ, നമുക്കുണ്ടാകുന്ന ഏക മകനോ മകളോ അവിടെ വിട്ടു കഴിഞ്ഞാൽ അവൻ 3 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അടുത്ത തലമുറയായി മാറുമെന്ന് ഒരു ഉറപ്പും ഒരു രക്ഷകർത്താവിനും ഇല്ല. അപ്പൊ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശരിക്കും ഈ രാഷ്ട്രീയം ഇതിന്റെ മറവാണ്. ഇന്നിപ്പോ നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തെ മറവാക്കിക്കൊണ്ട് സാധാരണഗതിയിൽ സർവകലാശാല യൂണിയൻ കൈയാളുന്നവരെ പുറകിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് മാഫിയ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവിടെ തടസ്സം കൂടാതെ നടത്താൻ കഴിയും. മറ്റ് കലാലയങ്ങളില് പ്രിൻസിപ്പൾ, ഇപ്പൊ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഈ കലാലയങ്ങളിൽ ഏറ്റവും പവറില്ലാത്ത ആള് പ്രിൻസിപ്പളാണ്. കാരണം പ്രിൻസിപ്പളിനേക്കാളും പവറുള്ളവരാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. അവർക്ക് സംഘടനയുണ്ട്. പ്രിൻസിപ്പൾ ഒറ്റയാനാണ്, ഈ സംഘടനയിൽ നിന്ന് വന്ന ആളായിരിക്കും, പക്ഷെ പവറിൽ വരുമ്പോൾ പ്രിൻസിപ്പൾ. അപ്പൊ പലപ്പോഴും ഈ പ്രിൻസിപ്പളിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനയും അധ്യാപക സംഘടനയും പിന്തുണ വേണം. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരുപാട് അധ്യാപക സംഘടന, ഒറ്റ അധ്യാപക സംഘടനയും ഒറ്റ വിദ്യാർത്ഥി സംഘടനയും. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുവെ നമ്മളൊരു മലയാളികള് വളരെ അനുസരണശീലമുള്ളവരാണ്. നമ്മൾ അടിയന്തരാവസ്ഥയുടെ യുഗം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അടിയന്തരാവസ്ഥ ഏറ്റവും മര്യാദയ്ക്ക് അനുസരണയോടെ വണങ്ങി ജീവിച്ചത് പണിയെടുത്തത് കേരളത്തിലാണ്. മാത്രം 77 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ബഹുമതി നൽകി ഇന്ദിരാഗാന്ധിയെ നമ്മൾ വിജയിപ്പിച്ച ആളുകൾ. നമ്മളൊരു അധികാരത്തിന്റെ മുന്നിൽ ഒരു ചലഞ്ച് ചെയ്യാനുള്ള മൈൻഡ് മലയാളിക്കില്ല. അവൻ വളരെ അനുസരണയുള്ളവനാണ്. അപ്പൊ ഇപ്പം കേരളത്തിൽ അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാരൻ. അപ്പൊ രാഷ്ട്രീയക്കാരൻ ഒരു കാലത്ത് രാഷ്ട്രീയം സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം.
നമുക്ക് എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, ആ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെയധികം വെല്ലുവിളി നേരിടുകയാണ്. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ അവസ്ഥ. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാവും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയവും അങ്ങനെ തന്നെയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിൽ നമ്മളിപ്പോ ഇതിനെ നിഷേധാത്മകമായ ചർച്ചയ്ക്ക് വരെ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചർച്ച പോസിറ്റീവ് ആകണം. ഞാൻ പറഞ്ഞ ചർച്ച പോസിറ്റീവ് ആണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ഈ തരത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായാലേ നമുക്ക് ഈ രാഷ്ട്രീയ വില്ലന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമുക്ക് ഈ കലാലയങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കുകയും നമ്മുടെ പുറത്തേക്ക് ഒഴുകുന്ന വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിൽ നമ്മുടെ വളരെയധികം പാരമ്പര്യമുള്ള കലാലയങ്ങളെ പുനഃസ്ഥാപിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിൽ നെഗറ്റീവ് നോട്ടിലല്ല, ഞാൻ കോൺഫിഡൻസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു. നമ്മൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ, ഇത് നല്ലവണ്ണം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടാൽ നമ്മുടെ കലാലയങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. അവിടുത്തെ ജനാധിപത്യ സംസ്കാരവും അക്കാഡമിക മികവും അതുപോലെ തന്നെ സാംസ്കാരികമായ ഉന്നമനവും കലാപരമായ കാര്യങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു കേന്ദ്രങ്ങളായി, ഉയർന്ന കേന്ദ്രങ്ങളാക്കി നമുക്കത് അതെ, ആ തരത്തിൽ അതിനുവേണ്ടി ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ നെഗറ്റീവ്സ് യഥാർത്ഥത്തില് ഇതിനെ നന്നാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. കാരണം നമ്മള് അത് കറക്റ്റായിട്ട് പ്രശ്നങ്ങൾ പറയാതെ മുഖം നോക്കാതെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തിരുത്താൻ കഴിയില്ല. ആ തരത്തിലുള്ള ഒരു സാറിന് തിരുത്തേണ്ടവർ തിരുത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമുക്കത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.